ഓക്കെ, നമുക്ക് തുടങ്ങാം ഇന്നത്തേത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിവൈഡിങ് ബൈ 10, 100, 1000 ഇതൊക്കെ പഠിച്ചില്ലേ? എളുപ്പത്തിൽ എങ്ങനെയാ ഡിവൈഡ് ചെയ്യുന്നതെന്നൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഡിവിഷൻ ബൈ 2 ഡിജിറ്റ് നമ്പേഴ്സ്. നമ്മൾ ഇത്രയും നാളും ഒരു ഡിജിറ്റുള്ള നമ്പർ കൊണ്ടാണ് എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തത് അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ഡിജിറ്റ് നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഡിവിഷൻ, നമ്പേഴ്സ് കൊണ്ടുള്ള ഡിവിഷൻ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചു തന്നെ ഇരിക്കണം. വേറെ എവിടെ നോക്കാനോ പോവാനോ ഒന്നും പാടില്ല. മിസ് പറഞ്ഞിരുന്ന തന്നെ ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നോക്കാം. ടെക്സ്റ്റ് ഉള്ള തന്നെ ആയിക്കോട്ടെ അല്ലെ? പേജ് നമ്പർ 101 ഒന്ന് നോക്കിയേ എല്ലാവരും. അതിനകത്ത് ആ എക്സൈസ് 3.8 തൊട്ട് താഴെ ഉണ്ട് ഡിവൈഡിങ് എ നമ്പർ ബൈ എ 2 ഡിജിറ്റ് നമ്പർ. ഒരു ക്വസ്റ്റ്യൻ ഉള്ള അവിടെ എക്സാമ്പിൾ 1 ഡിവൈഡ് 234 by 14. അത് തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 234 divided by 14. അപ്പൊ ഇത്രയും നാളെ നമ്മളുടെ ഡിവൈസർ ഏതാ? ഇത് 14. ഇവിടെ എഴുതുന്ന നമ്പറിനാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നാളെ നമ്മളുടെ ഡിവൈസർ ഏതായിരുന്നു? 1 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. ഇനി നമുക്ക് 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എങ്ങനെയാ ആദ്യം ചെയ്യുന്നേ? ഇവിടെ ഡിവിഡൻഡിന്റെ, അപ്പൊ നമുക്ക് അതൊന്ന് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. ഡിവൈസർ ഡിവൈസർ ഇവിടെ ഡിവിഡൻഡ്. ഇത് ഡിവിഡൻഡ്, ഇത് ഡിവൈസർ. ഇനി കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത്രയും നാളെ നമ്മൾ എന്താ ചെയ്തേ? 1 ഡിജിറ്റ് നമ്പർ ഡിവൈസർ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തേ. ഇനി നമുക്ക് 2 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ചെയ്യണം. 2 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിവിഡൻഡിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. ഡിവിഡൻഡിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ്സ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ അപ്പൊ നമ്മൾ എപ്പോഴും ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അല്ലേ? നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ എപ്പോഴും ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഹയർ പ്ലേസ് വാല്യൂ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനും അഡിഷനും സബ്ട്രാക്ഷനും നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യാം? ഇവിടുന്ന്. അതായത് നമ്പറിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഏറ്റവും ചെറിയ പ്ലേസ് വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്നാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? ഹയർ പ്ലേസ് വാല്യൂ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന്. അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. ഇവിടെ 2ഉം 3ഉം 23ൽ നമുക്ക് എത്ര തവണ 14 ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എങ്ങനെയാ നോക്കണ്ടേ? 23ൽ നിന്ന് എത്ര തവണ 14 നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ 23 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 14 ചോക്ലേറ്റ്സ് നിങ്ങൾ ഒരു ഫ്രണ്ടിന് കൊടുത്തു. പിന്നെ അടുത്ത ഫ്രണ്ടിനും കൂടി കൊടുക്കാൻ 14 ചോക്ലേറ്റ്സ് ഉണ്ടാവോ? അവിടെ ഉണ്ടാവോ? ഒന്ന് നോക്കിയേ. 23 നിന്ന് 14 മൈനസ് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ ഫ്രണ്ടിന് നിങ്ങൾ 14 ചോക്ലേറ്റ്സ് കൊടുത്തു.
ബാക്കി അടുത്ത ഫ്രണ്ടിന് 14 ചോക്ലേറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞാല് അവിടെ ഉണ്ടാവോ? നിങ്ങളുടെ കയ്യിൽ 23 ചോക്ലേറ്റ്സ് മാത്രമാണെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ 23ൽ നിന്ന് നമുക്ക് 14 എത്ര തവണ എടുക്കാൻ പറ്റും? ഓൺലി 1 ടൈംസ്. ആ 1 നമ്മൾ എവിടെ എഴുതണം? ഈ 2ന്റെ മേലെയാണോ 3ന്റെ മേലെയാണോ? ഏതിന്റെ മേലെ എഴുതണ്ടേ? ഏതിന്റെ മേലെ എഴുതണ്ടേ? 2ന്റെ മേലെ അല്ല, 3ന്റെ മേലെ വേണം 1 എഴുതാൻ. ഓക്കെ, 3ന്റെ മേലെ നമ്മൾ 1 എഴുതി. എന്താ? 23ൽ നിന്ന് നമുക്ക് ഒരു തവണ മാത്രമേ 14 മാറ്റി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3ന്റെ മേലെ നമ്മൾ 1 എഴുതി. 1 into 14 നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ഡിവിഷൻ ചെയ്യുന്നത് പോലെ 1 into 14 14. സാധാരണ സബ്ട്രാക്ട് ചെയ്യാം. എത്ര കിട്ടും? 9 കിട്ടും. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 9 കിട്ടും. ഇനി ഈ 23 കഴിഞ്ഞിട്ട് അടുത്ത് നമുക്കൊരു 4 കൂടി ഉണ്ട് അല്ലെ? ഡിവിഡൻഡില് നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു ഡിജിറ്റും കൂടി ഉണ്ട്, 4 കൂടി ഉണ്ട്. ആ 4 ഇവിടേക്ക് താഴ്ത്തി എഴുതാം. സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം ആ 4 ഇങ്ങോട്ട് താഴ്ത്തി എഴുതുക. ഓക്കെ, ഇനി 94ല് എത്ര തവണ 14 പോകുന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെയാ ചെക്ക് ചെയ്യാം? 14ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾക്ക് അറിയോ? സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയിട്ടല്ലേ എത്ര തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു നോക്കുന്നത്. 14ന്റെ നിങ്ങൾക്ക് അറിയോ? 14ന്റെ അറിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഏകദേശം ഒരു നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം 3 വെച്ചിട്ട് നോക്കാം. 14 into 3 എത്ര വരും? 4 into 3 12. Remaining 1. 1 into 3 3. 3 plus 1 42. 42 വരുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇവിടെ 94 ആവണമെങ്കിൽ ഇനിയും കുറെ നമ്പർ ഇല്ലേ? കുറെ നമ്പർ ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി വലിയ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 14 into 3 കഴിഞ്ഞിട്ട് നമുക്ക് 5 ചെയ്ത് നോക്കാം. 14 into 5 20. Remaining 2. 1 into 5 5 plus 2 70. 70 ആയിട്ടുള്ളൂ ഇവിടെ. ഇനിയും എത്ര ബാക്കിയുണ്ട്? 24 ബാക്കിയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 14 കൂടി അവിടെ ആഡ് ചെയ്യാം. ഒരു 14 കൂടി ആഡ് ചെയ്യാം. അപ്പൊ എത്ര വരും? 14 into 6. 6 into 4 24. Remaining 2. 1 into 6 6 plus 2 8. 84 കിട്ടി. ഇനി 84നോട് ഒരു 14 കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 84 plus 14 8 98. അപ്പൊ നമുക്ക് ഇവിടെയുള്ള 94നേക്കാളും വലുതാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 94ൽ നിന്ന് എത്ര തവണ നമുക്ക് 14 എടുക്കാം? 6 times അല്ലെ? 6 times 14 എടുക്കാം. അപ്പൊ നമുക്ക് ആ 6 എവിടെ എഴുതാം? 4ന്റെ നേരെ മേലെ 6 എഴുതി. 6 into 4 84. സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്താല് 4 minus 4 0. 9 minus 8 1. ഇനി നമുക്ക് ഇവിടെ താഴേക്ക് എടുത്തെഴുതാൻ വേറെ ഡിജിറ്റ് ഒന്നുമില്ല. 10നെ നമുക്ക് 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 10നേക്കാളും വലുതാണ് 14. സോ അവർ റിമൈൻഡർ ഈസ് 10. ഇങ്ങനെയാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തത്. 234 divided by 14 is equal to 16. Remainder 10. ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ? ചെയ്തതുപോലെ കണ്ടോ? അവിടെ ചെക്ക് ചെയ്തിരിക്കുന്ന കണ്ടോ? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ പ്ലസ് റിമൈൻഡർ. നമുക്ക് തന്നിരിക്കുന്ന ഡിവൈസർ 14, കോഷ്യന്റ് കിട്ടിയത് 16, remainder 10. So 14 into 16 plus 10 is equal to 224 plus 10 234. Okay, ചെയ്തു നോക്കുമ്പോൾ ഡിവിഡൻഡ് തന്നെയാണ് ആൻസർ കിട്ടുന്നത്. So the division is correct. മനസ്സിലായോ? ഇനിയിപ്പോ ഇവിടെ ഈ ഡിവിഡൻഡിലെ 3 ഡിജിറ്റ് നമ്പറിന് പകരം
ഡിവിഡൻഡില് 3 ഡിജിറ്റ് നമ്പറിന് പകരം 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഈ 10 കഴിഞ്ഞിട്ട് 4 ഡിജിറ്റ് നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇങ്ങോട്ട് നമ്മള് താഴേക്ക് എടുത്ത് എഴുതും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഒരു പ്രോബ്ലം മിസ് ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ തരാം, അതൊന്ന് ചെയ്ത് നോക്ക്. ടെക്സ്റ്റിലുള്ളതല്ല, വേറെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോ മിസ് ചെയ്ത് തരാം. 425 divided by 15. ചെറിയ നമ്പർ മതി, 425 വേണ്ട. ഓക്കെ, 425 divided by 15. ഒന്ന് ചെയ്ത് നോക്കേ, കിട്ടുന്നുണ്ടോന്ന്. ആൻസർ പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാനുള്ളത്? 425നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ? ആദ്യം നമ്മള് 425ന്റെ ആദ്യത്തെ 2 ഡിജിറ്റ്, അതായത് 42. 42ല് 15 എത്ര തവണ പോകുന്നു നോക്കാം. ഒരു തവണ ആകുമ്പോ 15, 2 തവണ ആകുമ്പോ 30, 3 തവണ ആകുമ്പോ 45 വരും. അപ്പൊ നമുക്ക് 42ൽ നിന്ന് 2 തവണ മാത്രമേ എന്തെടുക്കാൻ പറ്റുള്ളൂ? 15 എടുക്കാൻ പറ്റുള്ളൂ. 42ൽ നിന്ന് 2 തവണ മാത്രമേ 15 എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ 2 എന്നുള്ളത് നമ്മൾ എവിടെ എഴുതണം? 42ന്റെ തൊട്ട് മേലെ, 2ന്റെ തൊട്ട് മേലെ 2 എഴുതി. 2 into 15 30. ഇനി 42ൽ നിന്ന് 30 മൈനസ് ചെയ്താല് 2 minus 0 2, 4 minus 3 1, 12 കിട്ടി. ആ 12 അവിടെ കിടക്കട്ടെ. ഇനി 425ല് ഒരു 5 ബാക്കിയുണ്ടല്ലോ. 42 മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, 5 ബാക്കിയുണ്ട്. ആ 5 നമ്മൾ ഇങ്ങോട്ട് താഴ്ത്തി എഴുതി. 5 ഇങ്ങോട്ട് താഴ്ത്തി എഴുതി. എന്നിട്ടോ ഇനി എന്ത് ചെയ്യണം? ഈ 125നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 125നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാ? 15നെ നമ്മള് ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 125ന്റെ അടുത്ത് വരെ എത്തുന്ന നമ്പർ ഏതാന്ന് നോക്കാം. അപ്പോ 15 into 2 ആണ് 30 അല്ലെ? 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 30 കിട്ടും. 3 0 30. അങ്ങനെയാണെങ്കിൽ 15 into 4 എത്രയായിരിക്കും? 15 into 4 60 ആയിരിക്കും. 15 into 4 60. ഇനി 15 into 6 ആണെങ്കിലോ? 15 into 6 ആണെങ്കിലോ എത്ര കിട്ടും? ഒന്ന് ചെയ്ത് നോക്കാം. 15 into 6, 5 into 6 30, remainder 3, 1 into 6 6, 6 plus 3 90. ബാക്കി 125ലേക്ക് കുറേ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഇനി 50 ആഡ് ചെയ്യാം. 15 into 7, 5 into 7 35, remainder 3, 1 into 7 7 plus 3 10, 105. ഇനിയും നമുക്ക് ആഡ് ചെയ്യാം 15. ഇനിയും ആഡ് ചെയ്യാം. ഇനി ആഡ് ചെയ്താൽ എത്ര കിട്ടും? അതായത് 15 into 8, 5 into 8 40, remainder 4, 1 into 8 8, 8 plus 4 12, 8 plus 4 12. അപ്പൊ 125ന്റെ തൊട്ടടുത്ത നമ്പർ നമുക്ക് കിട്ടിയില്ലേ? 15നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120. ഇനി നമുക്ക് 15 ആഡ് ചെയ്താൽ 125നേക്കാളും വലിയ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോ 125ൽ എത്ര 15 ഉണ്ട്? 125ല്
8 15 ഉണ്ട്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. ആ 8 നമ്മൾ തൊട്ട് മേലെ എഴുതി 5ന്റെ 8 into 15 120. സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യുക. 5 2 minus 2 0 1 minus 1 1. So our answer is 28. That is the quotient is 28. Remainder is 5. അതായത് 425നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 28 ആൻസർ കിട്ടും. റിമൈൻഡർ 5 ആയിരിക്കും. ഇനി ഒരു ചെറിയൊരു എക്സ്റ്റൻഷനും കൂടി. ഈ 425ന് പകരം അതൊരു 4 ഡിജിറ്റ് നമ്പർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ 425 കഴിഞ്ഞിട്ട് ഒരു 7 കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് 4257നെയാണ് നമ്മൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഇവിടെ സാധാരണ പോലെ ചെയ്തിട്ട് 5 റിമൈൻഡർ കിട്ടി. ബാക്കി ഇവിടെ ഒരു 7 കൂടി ഉണ്ട്. ആ 7 കൂടി തൊട്ടടുത്ത് താഴേക്ക് എടുത്ത് എഴുതാം. 57 ആയി. അപ്പോ ഇനി 57ല് 15 എത്ര തവണ പോകുന്നു നോക്കാം. 15 into 1 15, 15 into 2 30, 15 into 3 45. 15 into 3 ആണ് 45. 57ല് 3 ടൈംസ് മാത്രമേ 15 പോവുള്ളൂ. അപ്പൊ 3 into 15 45. സാധാരണ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ ചെയ്താല് 7ന് 5 മൈനസ് ചെയ്താൽ 2, 5ന് 4 മൈനസ് ചെയ്താൽ 1. ഇനി ഈ 4 ഡിജിറ്റ് നമ്പറിന് പകരം ഈ 7 കഴിഞ്ഞിട്ട് വേറെ ഒരു ഡിജിറ്റും കൂടി ഉണ്ടെങ്കിലോ ഈ 12 കഴിഞ്ഞിട്ട് ആ ഡിജിറ്റ് താഴേക്ക് എടുത്തെഴുതാം. സാധാരണ ഡിവിഷൻ ചെയ്യുന്നത് പോലെ താഴേക്ക് എഴുതി റിമൈൻഡറിന്റെ കൂടെ താഴേക്ക് തൊട്ടടുത്ത ഡിജിറ്റ് എഴുതിയിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? അപ്പോ മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലാവാത്തെ? മനസ്സിലായവരൊന്ന് കൈവന്നിച്ചേ. 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷൻ മനസ്സിലായവര് സൂര്യദേവ്, പിന്നെ ശ്രീദേവ്, ആഷിൻ, അബ്ദുൽ ബാസിദ്, ആരോൺ. ആദിദേവിന് മനസ്സിലായോ? നോ. ഓക്കെ. കൃപ, അല്ലയ്ക്ക മോളെ മനസ്സിലായോ? നോ. ഫെഡ്രിൻ മനസ്സിലായിരുന്നോ? യെസ്. ഓക്കെ. ഷംവിൽ, വാട്ട് അബൌട്ട് യു? മനസ്സിലായെങ്കിൽ ഒരു തമ്പ് കാണിച്ചേ. ഇല്ല. അപ്പൊ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? നമുക്ക് ടെക്സ്റ്റിലെ പ്രോബ്ലം വെച്ചിട്ട് തന്നെ. ഓക്കെ, ഷംവിലിന് മനസ്സിലായി. ടെക്സ്റ്റിലെ പ്രോബ്ലം വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. പേജ് നമ്പർ 102 എടുത്തേ ഒന്ന്. പേജ് നമ്പർ 102. അതിനകത്ത് എക്സൈസ് 3.9 കണ്ടോ? അവിടെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 16 32 ഡിവിഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. കണ്ടില്ലേ? അതിലേതാ ചെയ്യണ്ടേ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഷെഫി, അതിലേതാ ചെയ്യണ്ടേ ഒന്ന് പറഞ്ഞ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറ, നമുക്ക് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒന്ന് പറഞ്ഞു, ഇഷ്ടമുള്ളത് പറഞ്ഞു. Third one, 1000 divided by 33. Yes, okay. അപ്പൊ ഷെഫി പറഞ്ഞ 1000 divided by 33 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി അല്ലേ എല്ലാരും? ബുക്കും പെന്നും എടുത്ത് മിസ്സിന്റെ കൂടെ തന്നെ ചെയ്തോ, എന്നാലേ മനസ്സിലാവൂലേ. 1000 divided by 33.
3. 1000 divided by 33. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഡിജിറ്റ് നമ്പർ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഡിജിറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലേ? ഇവിടെ ഇപ്പൊ 3 മാത്രമാണെങ്കിൽ 33ക്ക് പകരം ഡിവൈസർ 3 മാത്രമാണെങ്കിൽ ഡിവിഡൻഡിന്റെ ആദ്യത്തെ ഒരു നമ്പർ മാത്രമേ നമ്മൾ നോക്കുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ഇവിടെ ഇപ്പൊ 33 ആണ്, 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് ഡിവിഡൻഡിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ് നോക്കാം. ഇവിടെ ഡിവിഡൻഡിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ് എടുത്താല് 1 0 10 ആ വരുന്നത് അല്ലെ? 10 അല്ലേ വരുന്നേ? പക്ഷെ 10നെ നമുക്ക് 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. 10നേക്കാളും വലുതല്ലേ 33 അല്ലേ? 10നേക്കാളും വലുതാണ് 33. സോ വി cannot divide 10 by 33. അപ്പൊ എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടാല് തൊട്ടടുത്ത ഡിജിറ്റും കൂടി അതിനോട് ആഡ് ചെയ്യാം. തൊട്ടടുത്ത ഡിജിറ്റും കൂടി അതിനോട് ആഡ് ചെയ്യാം. അപ്പൊ എത്രയായി? 100 ആയി. 100നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ. 100നേക്കാളും ചെറുതല്ലേ 33? 100നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി 100ൽ നിന്ന് നമുക്ക് എത്ര തവണ 33 മാറ്റി വെക്കാൻ പറ്റും? 33 ഇങ്ങോട്ട് എടുക്കാൻ പറ്റും? എത്ര തവണ എടുക്കാൻ പറ്റും? 100ൽ നിന്ന് ഒരു തവണ 33 മാറ്റി വെച്ചു. 2 തവണ 33 മാറ്റി വെച്ചാൽ എത്രയായി? 33 into 2 66. ഇനിയും കുറെ ബാക്കിയുണ്ടല്ലോ 100 ആവാൻ. അതിൽ നിന്ന് ഒരു തവണ കൂടി നമ്മൾ 33 എടുത്തു. 33 into 3 99 വരും. 33 into 3 ചെയ്താല് 3 into 3 9, 3 into 3 9, 99 വരും. ഓക്കെ, അപ്പോ 100ന് തൊട്ട് താഴെയുള്ള നമ്പർ ആയല്ലോ 99 ആയില്ലേ? അപ്പൊ 100ൽ നിന്ന് നമുക്ക് 3 times 33 പുറത്തെടുക്കാം. ആ 3 നമുക്ക് കിട്ടിയിരിക്കുന്നതാ. ഈ 3 നമ്മൾ ഈ കോഷ്യന്റിന്റെ എവിടെയാ എഴുതുന്നത്? 1ന്റെ മേലെയാണോ? നോ. സീറോന്റെ ആദ്യത്തെ സീറോന്റെ മേലെയാണോ? അല്ല, രണ്ടാമത്തെ സീറോ. അതായത് നമ്മളിപ്പോ ഇവിടെ 2 സീറോയും കൂടി കൺസിഡർ ചെയ്ത് 3 ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 100നെയാണ് നമ്മൾ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 100ന്റെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ്, അവസാനത്തെ സീറോ, രണ്ടാമത്തെ സീറോ, ആ സീറോന്റെ മേലെ വേണം 3 എഴുതാൻ. ഓക്കെ, അപ്പൊ 3 into 3 99 മൈനസ് ചെയ്താല് 100ൽ നിന്ന് 99 മൈനസ് ചെയ്താൽ we get 1. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ. ഇനി ആ റിമൈൻഡറിന്റെ കൂടെ 100 കഴിഞ്ഞിട്ട് ഒരു സീറോ കൂടി ബാക്കിയുണ്ടല്ലോ ഇവിടെ. ആ സീറോ താഴോട്ട് അങ്ങ് എടുത്തെഴുതാം. ആ സീറോ താഴോട്ട് എടുത്തെഴുതാം. ഇനി നമുക്കിവിടെ 10 ആണ്. 10നെ നമുക്ക് 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 10നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 10നേക്കാളും വലുതല്ലേ 33? ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോഷ്യന്റിൽ ഒരു സീറോ ഇടണം. കോഷ്യന്റില് ഒരു സീറോ ഇടണം. നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കോഷ്യന്റിൽ അതിന് തൊട്ട് മേലായിട്ട് ഒരു സീറോ ഇടണം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ 1നെ നമുക്ക് 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഒരു സീറോ ഉണ്ട്. അടുത്ത 10നെ നമുക്ക് 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയും ഒരു സീറോ ഉണ്ട്. ബട്ട് നമ്മൾ എന്തുകൊണ്ടാണ് 2 സീറോ ഇടാത്തെ? ഒരു നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള സീറോന് വാല്യൂ ഇല്ല. എത്ര സീറോ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുത്താലും അതിന് വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ സീറോ ഇടാത്തെ. ഇവിടെ 10നെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു സീറോ ഇട്ടു. 0 into 33 എത്രയാ? ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ the quotient will be 0 always. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി ആയിട്ട്. ഏത് നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് quotient 0 ആയിരിക്കും. 10 minus 0 10. അപ്പൊ റിമൈൻഡർ എത്ര കിട്ടി? 10 കിട്ടി. ഓക്കെ, മനസ്സിലായോ?
ഇത് ക്ലിയർ ആയോ? നോക്കട്ടെ, ഇത് ആർക്ക് മനസ്സിലായി നോക്കട്ടെ. സൂര്യദേവ്, ആദിദേവ്, ശ്രീദേവ്, ആരോൺ, ആഷിന് മനസ്സിലായോ? യെസ്. ദേവാഞ്ജനിക്കോ? യെസ്. കൃപ, ഓക്കെ. ഷെഫി, അൽന, ആഗ്നസിന് മനസ്സിലായോ മോളെ? നോ, ആഗ്നസിന് പിന്നെ മനസ്സിലായില്ല അല്ലെ? ചെറക്ക് മനസ്സിലായി, ക്രിസ്റ്റി, ഫെഡറിക് എല്ലാവർക്കും മനസ്സിലായി, ആഗ്നസിന് മാത്രം മനസ്സിലായില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി മിസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇന്ന് 2 ഹോംവർക്ക് മിസ് തരാം. ടെക്സ്റ്റിലുള്ളതല്ല, 2 ഹോംവർക്ക് തരാം. ആ 2 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തോ. ഇപ്പൊ ക്ലാസ് ഇപ്പൊ കട്ടാവും, 4 മിനിറ്റ് കൂടെ ഉള്ളൂ. 2 ഉള്ളൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വൺ 3425 divided by 16. ചെറിയ നമ്പർ 3425 divided by 16. രണ്ടാമത്തത് 9546 divided by 20. എളുപ്പമുള്ളതായിക്കോട്ടെ, divided by 20. ഇത് 2 നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, എന്നിട്ട് ബാക്കി ഒന്നും കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല എല്ലാരും? ഓക്കെ, അപ്പൊ ഡിവിഷൻ നമ്മൾ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്തത് ഇപ്പൊ തന്നെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കുക, എന്നിട്ട് ഈ ഹോംവർക്കും കൂടി ചെയ്യാം. ഹോംവർക്ക് അയച്ചു തരുമ്പോൾ പേഴ്സണലായിട്ട് അയച്ചാൽ മതി, ഗ്രൂപ്പിൽ ആരും ഇടണ്ട, മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഹോംവർക്ക് ചെയ്യണേ. ആഗ്നസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒന്നും കൂടി ഒന്ന് ചെയ്തു നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.